ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ മണിമലയിൽ വന്നിരിക്കുകയാണ്. ഒരു കൊക്കോ നഴ്സറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കൊക്കോ നഴ്സറിക്കകത്ത് തന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് തൈകളുണ്ട്. വളരെ എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തൈകൾ വാങ്ങാം. അപ്പോൾ നമ്മൾ ഈ കൊക്കോയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ആദ്യം ആരംഭിക്കാം. ഇത് CT40 എന്ന് പറയുന്ന ഇനം കൊക്കോയാണ്. ശരിക്കും ഇത് കണ്ടെത്തിയിരിക്കുന്ന ഒരു കർഷകൻ മണിമലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കണ്ടെത്തലായി ഈ CT40 അദ്ദേഹത്തിൻ്റെ സ്വന്തം നഴ്സറിയാണിത്. ഇവിടെ അനേകം തൈകളുണ്ട്. ഈ CT40യുടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് തൈകൾ ഈ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ എക്കണോമിക്കലായിട്ട് ഫ്രൂട്ട്സിൻ്റെ എല്ലാ തൈകളും വാങ്ങാൻ ഇവിടെ നിന്ന് സാധിക്കും. നമ്മുടെ മണിമലയിൽ തന്നെയാണ് ഈ നഴ്സറി. ഇത് അറിയപ്പെടുന്ന ബെൽമൗണ്ട് ഗാർഡൻസ് എന്നാണ്. മണിമല കൊക്കോ നഴ്സറി എന്നാണ് പറയുന്നത്. മൂവാറ്റുപുഴ പുനലൂർ റോഡിലെ NHലാണ് ഈ ഒരു നഴ്സറി ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇവിടുത്തെ വിലക്കുറവാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് KJ വർഗീസ്. ഞാൻ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ മണിമല എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ 45 വർഷമായിട്ട് കൊക്കോ കൃഷിയും അനുബന്ധ വ്യവസായവുമായി പ്രവർത്തിച്ചു വരുന്നു. കാർഷിക മേഖലയിൽ കൊക്കോ കൃഷിക്ക് അല്ലെങ്കിൽ കൊക്കോയ്ക്ക് ഒരുപാട് പേരുദോഷം കേട്ടിട്ടുള്ള ഒരു കൃഷിയാണ്. കാരണം അതിന് ന്യായമായ വില ഒരിക്കലും കർഷകന് ലഭിക്കാറില്ല. കൊക്കോയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ചോക്ലേറ്റിന് വലിയ ഡിമാൻഡാണ്. കൊക്കോയ്ക്ക് ലോകം മുഴുവൻ ആവശ്യമുണ്ട്. എന്നാൽ നമുക്ക് ആദായം കൂടുതലുള്ള സമയത്ത് നമുക്ക് വില കിട്ടുകയില്ല. ആദായം കുറയുമ്പം വില കിട്ടും. അതുകൊണ്ട് കർഷകന് പ്രയോജനമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുരിതത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയുമായിട്ട് ഈ 45 വർഷത്തെ ആദ്യകാലങ്ങളിലൊന്നും നമുക്കിതിനെപ്പറ്റി അറിയത്തില്ല. എങ്കിലും പിന്നുള്ള അറിവായപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അതിനകത്തെ വരുംവരാഴികളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് കർഷകന് ആദായം ലഭിക്കുവാൻ അല്ലെങ്കിൽ കൂടുതൽ ലഭിക്കുവാനുമായിട്ടും അവൻ്റെ ജീവിത നിലവാരം ഉയരണം, അവനെ പ്രാപ്തനാക്കാനായിട്ട് ഒരു വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കർഷകനും എത്തിയെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഒരു വ്യവസായം തന്നെ ഒരു കർഷകനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കൃഷി തന്നെ ഒരു കർഷകൻ ചെയ്തിട്ട് അവന് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ തിരിച്ചറിവിൽ കൂടി ഞങ്ങൾ ഒരു കൊക്കോ കാർഷിക രംഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് മണിമല കൊക്കോ ഉൽപ്പാദക സഹകരണ സംഘം എന്നൊരു സ്ഥാപനം സ്ഥാപിച്ചു. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൂട്ടായ്മയിൽ കൂടി മാത്രമേ കൊക്കോ കൃഷിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഒറ്റയ്ക്ക് നമ്മൾ ഓരോരുത്തരും അവരവരുടെ കൊക്കോ പ്രോസസ്സ് ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും പ്രോസസ്സിങ് ശരിയാകത്തില്ല. കാരണം ഒരു 50 കിലോ കൊക്കോ എങ്കിലും ഉണ്ടെങ്കിൽ കൊക്കോ പ്രോസസ്സ് ചെയ്ത കൊക്കോ മാത്രമേ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ കൊള്ളത്തുള്ളൂ. അപ്പം 5-10 കിലോ ഉള്ള ആൾക്കാർ പ്രോസസ്സ് ചെയ്താൽ ഒരിക്കലും ഗുണനിലവാരത്തിൽ വിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് കുറ്റം പറഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിലുള്ള കർഷകർക്ക് നല്ല വില കൊടുക്കുന്നില്ല. അപ്പോൾ കർഷകർക്ക് ഇതിൻ്റെ ശരിക്കുള്ള ബോധവാനുമല്ല. അപ്പോൾ ഈ ബോധവാനാക്കിക്കൊണ്ട് അവരെ ഈ നല്ല നിലയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു പുതിയ കമ്പനി, ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി 1000-ഓളം കർഷകരുടെ ഒരു സംഘടനയായിട്ട് മാറ്റി ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പിടിവള്ളി, ഞാൻ ഈ ഇവിടങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കൊക്കോ എടുത്ത് ഈ ക്യാംകോയ്ക്ക് അവർക്ക് കൊടുത്തു. നമുക്ക് കമ്മീഷൻ, അന്നത്തെ കാലത്ത് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് 5 പൈസയാണ്. ഈ 5 പൈസ എന്ന് പറഞ്ഞാലും 10,000-20,000 രൂപ എനിക്കൊരാഴ്ച കിട്ടുമായിരുന്നു. അപ്പം ഇത്രയും നല്ലൊരു പരിപാടി വേറെ എന്നാ ഉള്ളത്? അപ്പം ഒരു കാരണവശാലും കൊക്കോയെന്ന് ഞാൻ വിട്ടില്ല. 16 വർഷം ക്യാംകോയുടെ കൂട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി ബാങ്കിൽ ഞാൻ ജോലി ചെയ്തു. ഈ കാലഘട്ടം കൊണ്ട് ഞാൻ കൊക്കോയെപ്പറ്റിയും കൊക്കോയുടെ വിപണന തന്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എനിക്ക് കിട്ടാവുന്ന അറിവുകളെല്ലാം ഞാൻ സമ്പാദിച്ചു. അത് കഴിഞ്ഞ് ക്യാംകോയും ബാങ്കുമായിട്ടുള്ള ബന്ധം വിടരുകയും ക്യാംകോ ഒറ്റയ്ക്ക് കേരളത്തിൽ നിന്ന് കൊക്കോ മേടിക്കുകയും ബാങ്ക് പുറകോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അന്ന് എന്നെ സംബന്ധിച്ചോളം അതെൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. കാരണം കൊക്കോ കൃഷിയുടെ എല്ലാവിധ അതിൻ്റെ അപകടങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്ക് പറ്റിയതുകൊണ്ട് എനിക്കതിനകത്ത് സ്വല്പം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ക്യാംകോയുടെ കൂട്ടത്തിൽ
കർണാടകത്തിൽ ചാടി ഞാൻ കൊക്കോ എടുക്കാൻ തുടങ്ങി. അതേസമയം കേരളത്തിൽ റബ്ബറിന് വില കൂടി. ഇപ്പോൾ കൊക്കോയ്ക്ക് വില കൂടുന്നോ കൂടുന്നില്ല എന്നുള്ളത് കർഷകന് പ്രശ്നമല്ല. അവർ കൊക്കോയിൽ നിന്ന് കൈവിട്ട് റബ്ബറിലോട്ട് കയറി. ഒരു 25 വർഷക്കാലം റബ്ബറിൻ്റെ സുവർണ്ണ കാലഘട്ടമായിട്ട് പോയതുകൊണ്ട് കൊക്കോ കൃഷി എല്ലാവരും മറന്നു. എന്നാൽ ഞാൻ കർണാടകത്തിൽ ചാടി അവരുടെ കൂട്ടത്തിൽ നിന്നതുകൊണ്ട് എനിക്ക് ഇത് വിൽക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ ഒരു തടസ്സം വന്നിട്ടുമില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു നേട്ട കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഈ നേട്ടം ഞാൻ കൈവരിച്ചതിന് ശേഷം റബ്ബറിൻ്റെ വില ഇടിയുകയും ആൾക്കാർ കൊക്കോയെ ശ്രദ്ധിക്കാനും തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം അനുകൂലമാകും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഉയർന്നു തന്നെ ഞാൻ കാലയെ കൂട്ടി ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. കാരണം ഇവിടെ കൊക്കോയെപ്പറ്റി പറഞ്ഞു കൊടുക്കാനോ കൊക്കോ കൃഷിയെപ്പറ്റി പണ്ട് എൻ്റെ അപ്പൻ അല്ലെ വല്യപ്പൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി കൊക്കോ ഉണ്ടായിരുന്നു പറയുന്നതല്ലാതെ ഇന്ന് അതെങ്ങനെ എന്നാ ചെയ്താൽ എങ്ങനെ കൊക്കോ ഉണ്ടാക്കാം, അല്ലെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നല്ല അതിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി പോലും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങളൊരു കൊക്കോ ഉൽപ്പാദക സംഘം ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഈ കാർഷിക മേഖലയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. സ്വന്തമായിട്ട് CT40 എന്നൊരു പ്രത്യേക ഇനം കൊക്കോ കണ്ടെത്തുകയും അതിൻ്റെ തൈകളുടെ ഉൽപ്പാദനവും നഴ്സറി ഇതിൽ കൂടി കേരളം മുഴുവൻ വ്യാപകമാകുകയും അതോടൊപ്പം കൊക്കോ കൃഷിക്കാർക്ക് ഒരു ആശ്വാസമേകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറുന്നതായി ആൾക്കാർക്ക് തോന്നലുണ്ടാകുകയും ഞങ്ങളെ ഒരുപാട് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പം 1000-ഓളം കർഷകർ ഉൾപ്പെടുന്ന ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക സ്കീമിൽ ഞങ്ങൾ ഇപ്പം ആയിത്തീർന്നിരിക്കുകയാണ്. ഇപ്പം നിലവിൽ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ പ്രത്യേകതകളുള്ള ചില ചെടികൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് CT40 എന്ന് പറയുന്ന ഈ കൊക്കോ. ഇതാണ് CT40. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കൊക്കോയുടെ ഗുണനിലവാരം നിശ്ചയിക്കുമ്പോൾ ഇതിൻ്റെ കൗണ്ട് ഒരു പ്രാധാന്യമാണ്. കൗണ്ടെന്ന് പറയുമ്പോൾ ഇത് ഈ കൊക്കോ മേഖലയിൽ ഉള്ളവർക്ക് പോലും അറിയത്തില്ല, വ്യവസായമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയത്തില്ല. കൗണ്ടെന്ന് പറഞ്ഞാൽ 100 ഗ്രാം കൊക്കോ എടുത്ത് തൂക്കിയാൽ 100 എണ്ണം വേണം. അതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കണക്ക്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയുടെ അനുസരിച്ചും നമ്മുടെ കൃഷി രീതിയുടെ അനുസരിച്ചൊക്കെ നമ്മുടെ ഇവിടുത്തെ കൊക്കോ എന്ന് പറയുന്നത് ഒരു 125-130 കൗണ്ടൊക്കെയാണ്. പക്ഷേ കർഷകന് അതിൻ്റെ ആ കൗണ്ടിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല. അപ്പം തൈകൾ കൊടുക്കുന്ന കമ്പനികളോ നഴ്സറികളോ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇപ്പം ഹൈബ്രിഡ് പുതിയ വെറൈറ്റികൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു 65-70 കൗണ്ടിന് നമുക്ക് കിട്ടുന്ന. അപ്പോൾ അങ്ങനെയുള്ള തൈകളെ പ്രോത്സാഹിപ്പിച്ച് അത് കണ്ടെത്താനും കൊടുക്കാനും ഒന്നും ഇവിടെ ആരും മെനക്കെടുന്നില്ല. സത്യത്തിൽ ഇതൊരു വലിയ മോശത്തരമായതുകൊണ്ട് ഞങ്ങളിത് മനസ്സിലാക്കി ഞങ്ങൾ തന്നെ കണ്ടെത്തിയ ഒരു ഇനമാണിത് CT40. ഇത് വളരെ ഇരട്ടി ആദായം, അതായത് 65 കുരു മതി 100 ഗ്രാമിന്. അപ്പം ഒരു കായ്ക്കകത്ത് 50-60 വരെ കുരുവുണ്ട്. ഒരു കായ 1 കിലോയോളം വരും. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രത്യേകതയുള്ള ഈ ചെടിയെ ഞങ്ങൾ കണ്ടെത്തി ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഏത് കൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിത്ത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. നമുക്ക് വിത്ത് പിഴച്ചാൽ ആ കൃഷി പിഴച്ചു. ഈ കൊക്കോയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ ക്വാളിറ്റി, നിലവാരം. വിദേശ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതൽ. അവർ നോക്കുന്ന നിലവാരം നമ്മുടെ കേരളത്തിലെ കൊക്കോയ്ക്കില്ല, ഇന്ത്യയിൽ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊക്കോ കൃഷിയുടെ ക്വാളിറ്റി, അതായത് അതിൻ്റെ തൈകളുടെ വിതരണങ്ങളോ തൈകളെ പറ്റിയുള്ള ക്വാളിറ്റി പരമായിട്ടുള്ള ചിന്തകൾ സ്വല്പം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട നല്ല ഇനം കൊക്കോ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ പ്രചരിപ്പിക്കുന്നില്ല. ഇനിയും മുന്നോട്ട് കൃഷി ലാഭകരമായിട്ട് പോകണമെങ്കിൽ നമുക്ക് ഇരട്ടി ആദായം കിട്ടും. നല്ല വിത്ത് മുളപ്പിച്ച് അല്ലെങ്കിൽ നല്ല വിത്ത് ഉള്ള കൊക്കോ തൈ ആണെങ്കിൽ അതിന് ആദായം ഇരട്ടി കിട്ടും. അപ്പം നമുക്ക് വില കൂടുന്നതിനേക്കാൾ കാര്യമാണ് ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിങ്ങനെയുള്ള ഇതിനെ പരിചയപ്പെടുത്താൻ വേണ്ട. ഇത് നല്ലൊരു ഇനം CT40 എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണിത്. ഇത് നല്ല കാഫലമുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് ഞങ്ങളിപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാൻ ഈ ബ്രൗൺ ഗോൾഡ് കൊക്കോ പ്രൊഡ്യൂസർ കമ്പനിയുടെ CEO ആണ്. കേരളത്തിൽ കൊക്കോ അധിഷ്ഠിതമായിട്ടുള്ള ഒരു FPO ആണ് നമ്മളത്. അപ്പം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊക്കോ സംഭരിച്ച് അത് ഏറ്റവും ഗുണനിലവാരത്തിൽ
ഫെർമെൻറ്റേഷൻ ചെയ്ത് അത് ചോക്ലേറ്റ് കമ്പനികൾക്ക് കൊടുക്കുക, ദേശീയ അന്തർദേശീയ വിപണികളിൽ എത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ബെൽമൗണ്ട് എന്ന ബ്രാൻഡിൽ കൊക്കോ ചോക്ലേറ്റ് ഒരു കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിച്ചു, അതുപോലെ തന്നെ മൂല്യവർദ്ധിതമായിട്ട് കൊക്കോ ബട്ടർ, കൊക്കോ പൗഡർ അതുമെല്ലാം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണത്. അത് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഇനി അതിനെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ നേഴ്സറി ആണെങ്കിൽ ഇത് മിസ്റ്റർ കെ ജെ വർഗീസിൻ്റെ ഉള്ള നേഴ്സറിയാണിത്. ഇതിനകത്ത് ഏറ്റവും ഗുണനിലവാരമുള്ള CT40 എന്ന് പറഞ്ഞൊരു ഹൈബ്രിഡ് വെറൈറ്റി കൊക്കോയാണ് നമ്മളിവിടെ വിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ അധികം വലിപ്പ കൂടുതലുണ്ട്. സാധാരണ ബീനിനെ അപേക്ഷിച്ച്, കൊക്കോ ബീനിനെ അപേക്ഷിച്ച് വലിപ്പ കൂടുതലാണ് ഇതിന്. അതുപോലെ ഇതിൻ്റെ തൊണ്ടിന് താരതമ്യേന കട്ടി കുറവുമാണിത്. അത് കാരണം ഒത്തിരി ആൾക്കാർ ഇത് വെച്ചിട്ടുള്ള കൃഷി ചെയ്യുന്നവർ പിന്നെയും വന്ന് അത് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു വെറൈറ്റി. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇതിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് കൊക്കോയുടെ കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ 100 ഗ്രാം എടുത്ത് നമ്മളൊരു ഉണക്ക ബീൻസ് തൂക്കിക്കഴിഞ്ഞാൽ അത് 100 ഗ്രാം തൂക്കിയാൽ 100 എണ്ണത്തിൽ താഴെ വരണം. എന്നാൽ മാത്രമേ അതിന് ശരിയായ ക്വാളിറ്റി ഉള്ളെന്നുള്ളതാണ് ഈ കമ്പനികൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ CT40 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഈ തൈകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം നല്ല ഗുണനിലവാരമുള്ള തൈകൾ കൊടുത്ത് അവരെ കൊണ്ട് കൊക്കോ ഉൽപ്പാദിപ്പിച്ച് ആ കൊക്കോ നമ്മൾ സംഭരിക്കുകയാണ്. അത് സംഭരിച്ച് നമ്മൾ വിപണനം ചെയ്യുന്നു. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി കർഷകർക്ക് ഒരു വരുമാനം, അതായത് കർഷകരെ ഒരു വ്യവസായിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ലക്ഷ്യം വെക്കുന്നത്. ബ്രൗൺ ഗോൾഡ് കൊക്കോ പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന് പറയുന്ന ഒരു FBC ഈ വർഷം തുടങ്ങിയതാണ്. ഞങ്ങളൊരു 750 ആളെയെങ്കിലും ഈ കമ്പനിയിൽ ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അവരെല്ലാം കൃഷിക്കാരായിരിക്കണമെന്നും നിർബന്ധമുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും കൊക്കോ കൾട്ടിവേഷനിൽ നടത്തുന്ന ആൾക്കാരാകണമെന്ന് നല്ല കാര്യം, ആകുകയാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ ഈ കമ്പനി CPCRIയും നബാർഡും കൂടി പ്രൊമോട്ട് ചെയ്ത് നടത്തുന്ന കമ്പനിയാണ്. അതിൽ ഞങ്ങളൊരു 8 ഡയറക്ടേഴ്സ് ആദ്യമേ തന്നെ കുറച്ച് എമൗണ്ട് ഇട്ട് തുടങ്ങി. പക്ഷേ ഇത് ഇപ്പം കൊക്കോ വാങ്ങാനും വിൽക്കാനും മറ്റ് കാര്യങ്ങൾക്കും തികയില്ല എന്നുള്ള ഇതുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് പുതിയ ഷെയർ ഇഷ്യൂവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഷെയറിൻ്റെ വില 2000 രൂപയാണ്. ഈ 2000 രൂപ നമ്മൾ ഇടുന്ന ഒരു ഫാർമർക്ക് 2000 രൂപ ഗവൺമെൻറ് അസിസ്റ്റൻസ് കിട്ടും. അത് നബാർഡ് 2000 രൂപ ഇട്ട് 2000 രൂപ ഇടുന്ന ഒരു ആൾക്ക് 4000 രൂപ ആയിരിക്കും അവരുടെ ഷെയർ വാല്യൂ. ഇതിൽ ചേരുന്ന എല്ലാ ഫാർമേഴ്സിൻ്റെയും കൊക്കോ ഞങ്ങൾ എടുക്കുന്നതാണ്. മാർക്കറ്റ് റേറ്റിൽ താഴാതെ, എങ്ങനെ വന്നാലും മാർക്കറ്റ് റേറ്റിൽ താഴാതെ, കഴിയുമെങ്കിൽ ഒരു സ്വല്പം കൂടുതൽ കൊടുത്തോ എടുക്കാനായിട്ടാണ് ഉദ്ദേശം. അതുപോലെ ഇവർക്ക് ഈ കൊക്കോ കൃഷിയെപ്പറ്റി, സംസ്കരണത്തെപ്പറ്റി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാനും ഉള്ള എക്സ്പെർട്ടൈസ് ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കമ്പനി ഒരിക്കലും ഇല്ലാതായി പോകാൻ പോകുന്നില്ല. ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ബിസിനസ് ആദ്യമായിട്ട് കൊക്കോ വാങ്ങി വിൽക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ തൈ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഇത് വളം ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ കഴിയാത്തവർക്ക് സ്ഥലത്ത് കൃഷി ചെയ്തു കൊടുക്കുക, ഇങ്ങനെ പല പദ്ധതികൾ നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാന ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കൊക്കോ സംസ്കരിച്ച് ചോക്ലേറ്റിലേക്ക് വരെ എത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ചെറിയ തോതിലെങ്കിലും 2 വർഷത്തിനകം ഞങ്ങളത് നടത്തുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ ഒരു ലാഭം കാണിക്കുകയും ഇവർക്ക് രണ്ടാമത്തെ വർഷമെങ്കിലും ലാഭവിഹിതം നൽകുകയും ചെയ്യാമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എൻ്റെ പേര് KT ചാക്കോ. ഞാൻ അരുണാചൽ പ്രദേശ് PWD ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയറായ ഒരു എഞ്ചിനീയറാണ്. ഞാൻ 2019-20 റിട്ടയറായി കേരളത്തിൽ വന്ന് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ജീവിത രീതിയിലേക്ക് ഞാൻ മാറി. എനിക്ക് റബ്ബർ, കാപ്പി, പിന്നെ
കൊക്കോ അതുപോലുള്ള കൃഷികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ KJ വർഗീസ് സാറുമായിട്ട് ബന്ധപ്പെട്ടു. പുള്ളി ഒരു മികച്ച കർഷകനാണ് ഇവിടുത്തെ, പ്രത്യേകിച്ച് മറ്റ് കൃഷികളെ അപേക്ഷിച്ച് കൊക്കോയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ നേഴ്സറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊക്കോ കൃഷി ഞാനും കുറച്ച് വിപുലീകരിച്ചു. എനിക്കുള്ളതിലും കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ച് ഞാൻ വിപുലീകരിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പുള്ളിയുടെ കൂടെ ഞങ്ങൾ ഒരു 7 ആളുകൾ കൂടി ഞങ്ങൾ ബ്രൗൺ ഗോൾഡ് കൊക്കോ പ്രൊഡ്യൂസർ കമ്പനി ഞങ്ങൾ രൂപീകരിച്ചു. അതിൻ്റെ അകത്ത് ഞാനൊരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സണ്ണി കുര്യാക്കോസ്. ഞാൻ മോനായിയുടെ KJ വർഗീസ് എന്നറിയപ്പെടുന്ന മോനായിയുടെ ഈ കൊക്കോ കമ്പനിയിൽ അസോസിയേറ്റ് പ്രവർത്തിക്കുകയാണ്, അതിൻ്റെ ഒരു ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാനോ റിട്ടയർഡ് ഗവൺമെൻറ് ജോലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ ആകർഷണമായിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്, അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം കൊക്കോ തൈ ഉൽപ്പാദിപ്പിക്കുന്ന വെച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിപണനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊക്കോ അധിഷ്ഠിത പല മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ള പരിശ്രമത്തിലുമാണ്. അദ്ദേഹത്തിൻ്റെ യാർഡിൽ കൊക്കോ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. കൊക്കോ ഡ്രൈ ചെയ്യുന്നുണ്ട്. അവിടുന്ന് കൊക്കോ പല ആവശ്യക്കാർക്കും കാംകോ പോലുള്ള പല ആവശ്യക്കാർക്കും അദ്ദേഹം സപ്ലൈ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ വിപുലമായി നടത്തുന്നതിനാണ് ഈ കൊക്കോ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ശ്രീ മോനായുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം.